എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കേരള പോലീസിൻ്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി വന്നിരിക്കുകയാണ്. ഗോവിന്ദച്ചാമി എന്ന കള്ളനെ രണ്ടാമതും അവർ പിടികൂടിയിരിക്കുകയാണ്. ഒന്നാമത് പിടികൂടിയത് ഏത് സാഹചര്യത്തിലാണ് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അങ്ങനെ ഒരിക്കൽ പിടിച്ച് ശിക്ഷിക്കപ്പെട്ട് കണ്ണൂരിലെ ജയിലിൽ കഴിയുന്ന ഒരു പ്രതിയെ രണ്ടാമതും പിടിക്കേണ്ടി വന്നിരുന്ന സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കേരള പോലീസ് വലിയ സംഭവമാണ് എന്നും അവരിപ്പോൾ രണ്ടാമതും ഗോവിന്ദച്ചാമിയെ പിടിച്ചിരിക്കുന്നതൊക്കെ തന്നെ അതിനേക്കാൾ വലിയ സംഭവമാണ് എന്നുമൊക്കെ തന്നെ കൊട്ടിഘോഷിക്കുന്ന കുറേയധികം ഇടത് നേതാക്കൾ ഇവിടെയുണ്ട്. അതിൽ ജനപ്രതിനിധികളുണ്ട്. അവർക്ക് അല്പമെങ്കിലും ഉളുപ്പാവാം എന്ന് മാത്രമേ പൊതുജനം എന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ളൂ. അത്രത്തോളം കഷ്ടമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ ജയിലിൽ നിന്ന് രക്ഷപ്പെടാനുണ്ടായ സാഹചര്യം. ഇത് ആരുടെ കുറ്റമാണ്? പോലീസുകാരേക്കാൾ കൂടുതൽ ബുദ്ധിമാൻ ഗോവിന്ദച്ചാമിയാണോ? നമ്മുടെ സംവിധാനം, സിസ്റ്റം എല്ലാ കാര്യങ്ങളിലും പരാജയപ്പെടുന്ന നമ്മുടെ ഈ സിസ്റ്റത്തിനെ വിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ട് ഗോവിന്ദച്ചാമി എങ്ങനെ രക്ഷപ്പെട്ടു? അതിന് ആരുടെയെങ്കിലും പിന്തുണ അയാൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഈ ആരോപണങ്ങളിലൊക്കെ തന്നെ എത്രത്തോളം സത്യമുണ്ട്? ഇതൊക്കെയാണ് വരും ദിവസങ്ങളിൽ ഇനി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടിരിക്കുന്നു. കണ്ണൂരിലുള്ള നല്ലവരായ ജനതയുടെ സപ്പോർട്ടിൻ്റെ പേരിൽ മാത്രം രണ്ടാമതും പോലീസിന് ഗോവിന്ദച്ചാമിയുടെ ദേഹത്ത് കൈവെക്കാനുള്ള സുവർണാവസരം കിട്ടി എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താണ് ശരിക്കും സംഭവിച്ചത്, ആരുടേതാണ് കുറ്റം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ആലോചിക്കേണ്ടത്. നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഗോവിന്ദച്ചാമി ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം അയാൾക്ക് അതീവ സുരക്ഷ നൽകിയിട്ടാണ് അയാളെ ജയിലിൽ പാർപ്പിച്ചിരുന്നത്. കേവലം മറ്റേതെങ്കിലും ഒരു ജയിലിൽ പാർപ്പിക്കുന്നത് പോലെ ആയിരുന്നില്ല. വളരെ കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, മോണിറ്ററിംഗ് സംവിധാനങ്ങൾ, ഒരുപക്ഷെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ജയിലിൽ ലഭിച്ചേക്കാവുന്ന ഏറ്റവും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഡിപ്ലോയ്മെൻ്റ് ഒക്കെ തന്നെ കണ്ണൂരിലെ ജയിലിലുണ്ടായിരുന്നു. അവിടെ ഏതെങ്കിലും ഒരു പ്രിസണിൽ മറ്റുള്ള തടവുകാരോടൊപ്പം തന്നെ അയാളെ പാർപ്പിക്കുകയായിരുന്നില്ല ചെയ്തത്. മറിച്ച് അതീവ സുരക്ഷ ആവശ്യമുള്ള പ്രിസണർമാരെ പ്രത്യേകമായി പാർപ്പിക്കുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ മാത്രമായിട്ടാണ് ഇയാൾ അവിടെ കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അയാളെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിനുള്ള, അവിടെ ഡ്യൂട്ടി മാറുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർശനമായിട്ടുള്ള നിബന്ധനകളുള്ള ഒരു സുരക്ഷാ സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്ന, ഉയർന്ന ശിക്ഷയ്ക്ക് വിധേയരായിരിക്കുന്ന ആൾക്കാരെയാണ് ഈ ജയിലുകളിലൊക്കെ തന്നെ പാർപ്പിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള നിരീക്ഷണ സംവിധാനം തന്നെയാണ് ഈ ജയിലിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ടും അതിനെയെല്ലാം തന്നെ കവച്ചു വെച്ചുകൊണ്ട് അതീവ ബുദ്ധിശാലിയായിട്ടുള്ള ഗോവിന്ദച്ചാമി കേരള പോലീസിനെ നല്ല ഒന്നാന്തരമായി കബളിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് പുലർച്ചെ രക്ഷപ്പെട്ടത്. അങ്ങനെ രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് ഗോവിന്ദച്ചാമി നടത്തിയത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഇത് ഒരു ഘട്ടത്തിലും ആർക്കും എന്തുകൊണ്ട് മനസ്സിലായില്ല എന്നുള്ള ഒരു ചോദ്യമാണ് അവശേഷിക്കുക. കഴിഞ്ഞ കുറേ നാളുകളായി ഗോവിന്ദച്ചാമി സ്വന്തമായിട്ട് ഒരു ഡയറ്റ് തീരുമാനിക്കുന്നു. ആ ഡയറ്റിനനുസരിച്ച് ശരീരഭാരം കൂടാതിരിക്കുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനൊക്കെ കൊണ്ടുവന്ന് അയാളുടെ ശരീരഭാരം കുറയ്ക്കുകയാണ്. ഇപ്പോൾ വണ്ണം ശരീരത്തിന് കൂടുതലുള്ള, കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസുമായി ബന്ധപ്പെട്ട് ഗോവിന്ദച്ചാമിയോട് സത്യത്തിൽ ചോദിക്കുകയാണ് വേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് ശരീരം നല്ല ഫിറ്റാക്കി വണ്ണമൊക്കെ കുറച്ചുകൊണ്ട് എന്ത് ഡയറ്റ് പ്ലാനാണ് സ്വീകരിച്ചത് എന്ന്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ പ്രിഡോമിനൻ്റ്ലി ചപ്പാത്തിയാണ് അയാളുടെ ഭക്ഷണം. ചോറ് പോലെയുള്ള സ്റ്റാർച്ച് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തന്നെ ഒഴിവാക്കി എന്നാണ് അറിയുന്നത്. എന്തായാലും ശരീരഭാരം കാര്യമായി കുറച്ചു കൊണ്ടുവന്ന് കൃശഗാത്രനായി മാറിയിരുന്ന ഗോവിന്ദച്ചാമി അയാളുടെ എല്ലുകളൊക്കെ എണ്ണിയെടുക്കാവുന്ന രീതിയിലായിരുന്നു എന്ന് ആ കിണറ്റിൽ നിന്ന് ആശാൻ വലിഞ്ഞു മുകളിലേക്ക് കയറി വരുന്ന ആ ഒരു ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇങ്ങനെ സ്വന്തമായിട്ടൊരു ഡയറ്റ് പ്ലാനൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞ് അതിന് ശരീരഭാരം കൂടാതിരിക്കുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള പണി കഴിഞ്ഞ കുറേ കാലമായിട്ട് ഗോവിന്ദച്ചാമി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇയാൾ അവിടെ ഒരു സെല്ലിൽ കഴിയുന്ന സമയത്ത് അതിൽ നിന്ന് എങ്ങനെയാണ് ഇയാൾ പുറത്ത് കടന്നത് എന്നുള്ളതാണ്. അതിന് കമ്പിയാണ് ഈ സെല്ലിലെല്ലാം തന്നെ പ്രതിരോധ മാർഗമായിട്ട് വെച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിനെ ഇയാൾ മുറിച്ചിട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ മുറിക്കുന്നതിന് വേണ്ടി അയാൾക്കൊരു ഉപകരണം ആവശ്യമുണ്ട്. ആ ഉപകരണം ഒരു ബ്ലേഡാണ്. ആ ബ്ലേഡ് അതെങ്ങനെയാണ് അയാളുടെ കയ്യിലെത്തിയത് എന്നതിനെക്കുറിച്ചും അത് എങ്ങനെയാണ് അയാൾ മറ്റാരും കാണാതെ ഇതുവരെ സൂക്ഷിച്ചു വെച്ചത് എന്നതിനെക്കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ട്. നിലവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അത് ജയിലിലുള്ള എന്തോ പണിക്ക് വേണ്ടി വന്നിരുന്ന സമയത്ത് അവിടെ നിന്നാണ് ഇയാളുടെ കയ്യിലേക്ക് അത് എത്തിയത് എന്ന് പറയുന്നു. എങ്ങനെയാണ് അതിലേക്ക് അയാൾക്കുള്ള ആക്സസ്, എങ്ങനെയാണ് ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഇനി ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്തിട്ടല്ല മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ
ഇയാളിത് തട്ടിയെടുക്കുകയായിരുന്നുവെങ്കിൽ അതിനുണ്ടായ സാഹചര്യം എന്താണ്? അതീവ സുരക്ഷാ പ്രിസണറായിട്ടുള്ള ഒരാളിന് അതെങ്ങനെയാണ് സാധിക്കുക? ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ഉണ്ടാകേണ്ടതാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അങ്ങനെയാണെങ്കിൽ തന്നെ ഏത് സമയമാണ് അതിനുവേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഇയാൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അതിനനുസരിച്ച് അയാൾ ആ ജയിലിൻ്റെ കമ്പികളൊക്കെ തന്നെ മുറിച്ച് ആരും അറിയാതെ പുറത്തേക്ക് വരുന്നു. CCTV മോണിറ്ററിംഗ് ഒക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ അതിനെയെല്ലാം തന്നെ വിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ മതിൽ ചാടുന്നതിന് വേണ്ടി വരികയാണ്. ഇലക്ട്രിക് ഫെൻസിങ്ങും ഒക്കെ ഉണ്ട് എന്ന രീതിയിലാണ് നമ്മൾ കേൾക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതിന് സമാനമായിട്ടുള്ള പെനറ്റൻഷ്യറികളിലും ജയിലുകളിലും ഒക്കെ ഉള്ളതിന് സമാനമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുമുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ആ സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ അവിടെ പ്രവർത്തിച്ചില്ല എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നാലാമത്തെ കാര്യം, ഇയാൾ അവിടെ നിന്ന് കുറേയധികം തുണി സംഘടിപ്പിച്ച് ആ തുണിയെല്ലാം കൂടി ചേർത്ത് കെട്ടിക്കൊണ്ട് ഇയാളത് മുകളിലേക്ക് എറിഞ്ഞ് അവിടെ നിന്ന് അയാൾ വീണ്ടും ഈ മതിൽ ചാടി താഴേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടുന്ന തുണികൾ എങ്ങനെയാണ് ഇയാൾ സംഘടിപ്പിച്ചിരിക്കുന്നത്? അത് ആൾക്കാരുടെ തുണിയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം അത് സൂക്ഷിക്കുന്നിടത്ത് നിന്നാണോ ഇയാൾ കൈക്കലാക്കിയത്? അങ്ങനെയെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് ഇയാൾക്ക് എങ്ങനെയാണ് ആക്സസ് കിട്ടിയത്? അവിടെയും യാതൊരു വിധത്തിലുള്ള മോണിറ്ററിങ്ങും ഉണ്ടായിരുന്നില്ലേ? ഇതൊക്കെ നോക്കാനായിട്ട് അവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയായിരുന്നു എന്നീ ചോദ്യങ്ങളാണ് ഇതിൽ ഇനി ബാക്കിയാകുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി അയാൾ നടന്നു പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കിട്ടിയിട്ടുമുണ്ട്. ഇനി ആലോചിച്ച് നോക്കേണ്ടത്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പോലീസ് എപ്പോഴാണ് ഇയാൾ അവിടെ ഇല്ല എന്നറിയുന്നത്? കുറേ നേരം കഴിഞ്ഞതിന് ശേഷം പോലീസ് അറിയുന്നു. പിന്നീട് അത് അതോറിറ്റീസിനെ റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് തെരച്ചിൽ ഊർജിതമാക്കുന്നു. അങ്ങനെ തെരച്ചിൽ ഊർജിതമാക്കുമ്പോൾ പോലും നല്ലവരായ നാട്ടുകാരുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നത്. അങ്ങനെ പോലീസൊക്കെ ഓടിയെത്തി നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഇയാൾ ഒളിച്ചിരുന്ന ആ കിണറ്റിൽ നിന്ന് ഇയാളെ പൊക്കി വലിച്ച് പുറത്തേക്ക് ഇടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ദൃശ്യങ്ങൾ നോക്കിയാൽ ഇയാൾ എത്രത്തോളം മെലിഞ്ഞിട്ടുണ്ട് എന്നും എത്ര എല്ലുകളൊക്കെ അവിടെ ഉണ്ട് എന്നതിനെക്കുറിച്ച് എണ്ണിയെടുക്കാവുന്ന രീതിയിലത്തേക്ക് കൃശഗാത്രനായി ഇയാൾ മാറിയിട്ടുണ്ട് എന്നത് കാണാം. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഫിസിക്കൽ ട്രാൻസ്ഫർമേഷൻ ഇയാൾക്ക് സ്വയം നിർണ്ണയിച്ചിരിക്കുന്ന ഡയറ്റ് പ്ലാൻ വഴി വന്നിരിക്കുകയാണ് എന്നതിനെക്കുറിച്ചൊന്നും അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ആരും തന്നെ ബോധേഡായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ബോധേഡായില്ല എന്ന് മാത്രമല്ല, ഇയാളുടെ കയ്യിൽ ആയുധമെത്തുന്നു, അയാൾ ജയിലിൻ്റെ കമ്പി മുറിക്കുന്നു, പുറത്തു വരുന്നു, CCTVയിൽ ആരും കാണുന്നില്ല, പോലീസുകാരും കാണുന്നില്ല, തുണി കൈക്കലാക്കുന്നു, അവിടെ ഇലക്ട്രിക്കൽ സംവിധാനം ഫെൻസിംഗ് ഒക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതിനെല്ലാം കബളിപ്പിച്ചുകൊണ്ട് ഈ തുണി ഉപയോഗിച്ച് അയാൾ പുറത്തു വന്ന് പോകുന്നു. കുറേയധികം മണിക്കൂറുകൾ പുറത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ പിടിക്കപ്പെടുന്നത്. ഒരു പക്ഷേ അയാളുടെ ഒരു ഫിസിക്കൽ ഫീച്ചറിൽ ഒരു കൈയില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് കൊണ്ട് മാത്രമാണ് അയാളെ തിരിച്ചറിയാനായിട്ട് നാട്ടുകാർക്ക് പോലും സാധിച്ചത്. അതല്ലായിരുന്നുവെങ്കിൽ ഈ സമയത്തിനോടകം അയാൾ പമ്പ കടന്നേനെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ, അതീവ സുരക്ഷയുള്ളത് എന്ന് പറയപ്പെടുന്ന പ്രിസണിൽ പോലും കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാനായിട്ട് ആരുമില്ല എന്നും അവിടെ ഡ്യൂട്ടിക്ക് വരുന്ന ആൾക്കാർ കേവലം വഴിപാട് പോലെ അവിടെ വന്നിട്ട് പോകുന്നു എന്നും മാത്രമാണ്. അതല്ലായിരുന്നുവെങ്കിൽ ഈ രീതിയിലായിരുന്നില്ല ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കേണ്ടത്. ഗോവിന്ദച്ചാമി അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേരളം മുഴുവൻ ചർച്ച ചെയ്തിരിക്കുന്ന, എല്ലാവരാലും വെറുക്കപ്പെടുന്ന ഒരു വ്യക്തി ജയിലിൽ കഴിയുന്ന സമയത്ത് അയാളുടെ സുരക്ഷയെപ്പറ്റി പോലും കേരള പോലീസിന് ജയിൽ അധികൃതർക്ക് ഒന്നും ഒരു താല്പര്യവുമില്ല എന്ന് വെച്ചാൽ നമ്മുടെ ജയിൽ വകുപ്പ്, നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഒക്കെ പിന്നെ മാങ്ങാ പറിക്കാനാണോ പോകുന്നത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടിയതിന് ശേഷമുണ്ടായിരിക്കുന്ന കുറേയധികം തമാശകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതിലെനിക്ക് വായിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചിരി വന്ന ഒരു പോസ്റ്റ് നമ്മുടെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ നിന്നുള്ള CPMൻ്റെ MLA ആയിട്ടുള്ള ശ്രീ VK പ്രശാന്തിൻ്റേതാണ്. അദ്ദേഹം പറയുന്നത്, ഇത് കേരള പോലീസ് എന്നിട്ട് സല്യൂട്ട് ചെയ്യുന്ന 2 സ്മൈലി ഇട്ടിട്ടുണ്ട്. ഒപ്പം കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി പിടിയിൽ എന്നാണ് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ആദ്യമായിട്ടല്ല പിടിയിലാകുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമതാണ്. അപ്പോൾ രണ്ടാമത് പിടികൂടാനുള്ള സാഹചര്യം ആരാണ് ഉണ്ടാക്കിയത് എന്നാണ് ശ്രീ VK പ്രശാന്തിനോടുള്ള ചോദ്യം. ഇത് കേരള പോലീസ് എന്ന് പറഞ്ഞ് നമ്മൾ സല്യൂട്ട് ചെയ്യുമ്പോൾ ഇതേ കേരള പോലീസിൻ്റെ ജയിൽ വകുപ്പിൻ്റെ കയ്യിൽ നിന്നാണ്, അഥവാ അവരുടെ ബേസിക് ഡ്യൂട്ടി പോലും അവർ ചെയ്യുന്നില്ല എന്ന് ദീർഘകാലമായി മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ഒരു അവസരം അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് ഗോവിന്ദച്ചാമി അവിടെ നിന്ന് ഇവരെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് കേരള പോലീസ് എന്ന് പറഞ്ഞ് 2 സല്യൂട്ടൊക്കെ കൊടുക്കണമെന്നുണ്ട് എങ്കിൽ സങ്കോചമില്ലായ്മ എന്നത് അതിൻ്റെ പീക്കിലാണ് എന്ന് പറയേണ്ടി വരും. അത്രത്തോളം ദാരിദ്ര്യമാണ്
നമ്മുടെ കേരള പോലീസിൻ്റെ കാര്യത്തിൽ നിന്നും ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകേണ്ടുന്ന ആവശ്യം നമ്മുടെ ജനപ്രതിനിധികൾക്ക് പോലും ഉണ്ട് എന്നുള്ളതുമൊക്കെ നമ്മുടെ പൊതുജനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. രണ്ടാമത് എനിക്ക് ഏറ്റവും കൂടുതൽ തമാശ തോന്നിയത് ശ്രീ ബിനീഷ് കോടിയേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹം പറയുന്നത് കൃത്യസമയത്ത് ഉണർന്ന് പ്രവർത്തിച്ച കേരള പോലീസ് എന്നാണ്. അത് ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് ആണ്, കറക്റ്റ് ഒബ്സർവേഷനാണ്. കൃത്യസമയത്ത് ഉണർന്ന് പ്രവർത്തിച്ച കേരള പോലീസ്. അതുവരെ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുകയാണെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് ഈ കൃത്യസമയത്ത് ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ആ കേരള പോലീസ്, ജയിൽ അധികൃതർ ആ സമയത്ത് വരെ ഉറങ്ങുകയായിരുന്നു എന്ന് കൃത്യമായി അനലൈസ് ചെയ്തിരിക്കുന്ന ശ്രീ ബിനീഷ് കോടിയേരിക്കാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന 2 സല്യൂട്ടിൻ്റെ സ്മൈലി കൊടുക്കേണ്ടത് എന്ന് എനിക്ക് വി കെ പ്രശാന്തിനോട് വിനീതമായി അഭ്യർത്ഥിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ കൃത്യസമയത്ത് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്ന കേരള പോലീസ് നാട്ടുകാരുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഗോവിന്ദചാമിയെ രണ്ടാമതും തൂക്കിയത് എന്നുള്ളത് നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇനി മൂന്നാമത് വന്നിരിക്കുന്ന പ്രതികരണം നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടേതാണ്. അദ്ദേഹം പറയുന്നത് ഗോവിന്ദചാമിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ പ്രതികരണം മാധ്യമപ്രവർത്തകർ ആരായുമ്പോൾ അതിന് ഗോവിന്ദചാമി കേരളത്തിലെ സ്കൂളിലൊന്നും അല്ലല്ലോ പഠിക്കുന്നത് എന്നാണ്. അതായത് എനിക്ക് സംസാരിക്കാനുള്ളത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ്. എൻ്റെ വകുപ്പ് എന്നത് പൊതുവിദ്യാഭ്യാസമാണ്. അത് സ്കൂളുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സ്കൂളുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിനെക്കുറിച്ച് മാത്രമേ ഞാൻ അഭിപ്രായം പറയേണ്ടതുള്ളൂ എന്നാണ് അദ്ദേഹം ആ വാക്കുകൾ വഴി മാധ്യമപ്രവർത്തകരോട് പറയാനായിട്ട് ശ്രമിച്ചത്. അതിൽ നിന്ന് വ്യക്തമാകുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രതിരോധവും ശ്രീ ശിവൻകുട്ടിയുടെ കയ്യിലില്ല എന്നത് തന്നെയാണ്. എന്തെങ്കിലും തരത്തിലുള്ള പ്രതിരോധം ഉണ്ടായിരുന്നുവെങ്കിൽ കേരള പോലീസിന് നേരത്തെ പറഞ്ഞതുപോലെ വി കെ പ്രശാന്തിൻ്റെ ഇതിന് സമാനമായിട്ടുള്ള 1-2 സല്യൂട്ടൊക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു. കേരള പോലീസ് ഈ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് പ്രവർത്തിച്ചു എന്നതുപോലെ ശ്രീ ബിനീഷ് കോടിയേരി എഴുതിയതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഡയലോഗ് പറയുമായിരുന്നു. ഇനി അതൊന്നുമല്ല എങ്കിൽ കേരള പോലീസിനെ പ്രകീർത്തിച്ചുകൊണ്ട്, വകുപ്പിനെ പ്രകീർത്തിച്ചുകൊണ്ട് കേരള സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം വാചാലനാകേണ്ടതാണ്. പക്ഷേ പ്രതിരോധിക്കാൻ കഴിയുകയില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവുള്ളതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമല്ല എന്ന് പറഞ്ഞു വെച്ചത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സമീപകാലത്ത് എന്തൊക്കെ വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് ശ്രീ വി ശിവൻകുട്ടി പ്രതികരിച്ചിരിക്കുന്നത്, അഥവാ എന്തൊക്കെ വിഷയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പ്രതികരിക്കാതിരുന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏത് വിഷയത്തിനെക്കുറിച്ചും, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെതെന്നല്ല മറ്റേത് വിഷയത്തിനെക്കുറിച്ചും അദ്ദേഹം പറയാറുണ്ട്. നോക്കുകൂലിയെക്കുറിച്ച് വരെ അദ്ദേഹം ഇവിടെ അഭിപ്രായം പറയാറുണ്ട്. ഗവർണർക്കെതിരെ അഭിപ്രായം പറയാറുണ്ട്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ പഠിച്ചതുകൊണ്ടല്ലോ അദ്ദേഹത്തിനെതിരെ അഭിപ്രായം പറയുന്നത്. ഇനി അങ്ങനെ സ്കൂളിൽ പഠിച്ചതിൻ്റെ പേരിൽ മാത്രമാണോ സുരേഷ് ഗോപിക്കെതിരെ അഭിപ്രായം പറയുന്നത്? ഇവിടെയുള്ള എല്ലാ വിഷയങ്ങളിലും കൃത്യമായി അഭിപ്രായം പറയുന്ന, പാർട്ടിയെ, സർക്കാരിനെ ഒക്കെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മന്ത്രി കൂടിയാണ്, തിരുവനന്തപുരത്തുകാരൻ കൂടിയായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ടും ഇത് തൻ്റെ വകുപ്പല്ല എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് ഗോവിന്ദചാമി കേരളത്തിലെ സ്കൂളിൽ പഠിച്ച ആളല്ല എന്ന്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന രണ്ടാമത്തെ കാര്യം, ഇനി ഈ വിഷയത്തിൽ ആരെങ്കിലും പ്രതികരിക്കേണ്ടതുണ്ട് എങ്കിൽ ആ വകുപ്പിൻ്റെ മന്ത്രിയാണ് എന്നാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള താൻ അതിനെക്കുറിച്ച് പറയേണ്ടതല്ല എങ്കിൽ, കേരളത്തിലെ സ്കൂളിലല്ല ഗോവിന്ദചാമി പഠിക്കുന്നത് എന്നാണ് കാരണമെങ്കിൽ, ഏത് സംസ്ഥാനത്തെ ജയിലിലാണ് നിലവിൽ ഗോവിന്ദചാമി കിടക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് വകുപ്പാണ് അദ്ദേഹത്തിനെ സംരക്ഷിക്കേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കോർട്ടിലേക്ക് പന്ത് നൈസായി തട്ടിയിടുകയാണ് ഇവിടെ ശ്രീ വി ശിവൻകുട്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി തൻ്റെ വകുപ്പല്ലാത്തത് കൊണ്ട് ശ്രീ വി ശിവൻകുട്ടി സംസാരിക്കേണ്ട ഈ വിഷയത്തിലെന്നാണ് എങ്കിൽ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ വകുപ്പായിട്ടുള്ള ആഭ്യന്തര വകുപ്പിനാണ് ഈ ഒടുക്കത്തെ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം പ്രതികരിക്കുമോ? പ്രതികരിച്ചാൽ അത് ഏത് രീതിയിൽ പ്രതികരിക്കും? എന്ത് തരത്തിലുള്ള നടപടികളാണ് ഇതിലെടുക്കാൻ പോകുന്നത്? ഈ കാര്യത്തിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. എന്തായാലും ഗോവിന്ദചാമി കേരള പോലീസിനെ, നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ, മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒക്കെ തന്നെ സമൂഹത്തിൽ അവഹേളിച്ചു എന്ന് മാത്രമേ അതിൽ നിന്ന് പറയാനുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇനി ഒരാളിൻ്റെ ഇടപെടൽ കൂടി പറയേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ റിപ്പോർട്ടർ TVയുടേതാണ്. നമുക്കറിയാം, ഈ ഗോവിന്ദചാമിയെ കിണറ്റിൽ നിന്ന് പോലീസ് വലിച്ചു പൊക്കി പുറത്തേക്കെടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തത്സമയ ദൃശ്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിച്ച ഒരു ചാനൽ മാതൃഭൂമി ന്യൂസാണ്. മാതൃഭൂമി ന്യൂസ് അത് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളാണ് ഇത് കൊണ്ടുവരുന്ന, എക്സ്ക്ലൂസീവായിട്ട് കൊണ്ടുവരുന്ന ഒരേ ഒരു ചാനൽ എന്ന് പറയുന്നുണ്ടായിരുന്നു. മറ്റാർക്കും ആ സമയത്ത് ആ ദൃശ്യങ്ങൾ ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ദൃശ്യങ്ങളുടെ മുകളിൽ മാതൃഭൂമി ന്യൂസിൻ്റെ
ലോഗോ ഉണ്ടായിരുന്നു, അവരുടെ എക്സ്ക്ലൂസീവാണ് എന്നുള്ള വാക്കുകളൊക്കെ തന്നെ അതിന് പുറത്ത് വാട്ടർമാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിരിക്കുന്ന കാര്യത്തിനെ റിപ്പോർട്ടർ ടി വി ഈ ദൃശ്യങ്ങളെയെല്ലാം അതേപടി എടുത്തുകൊണ്ട് ഈ മാതൃഭൂമിയുടെ ലോഗോ അവിടെ കാര്യമായി വിസിബിൾ ആകുന്ന രീതിയിലല്ലാതെ ഈ വിഷ്വൽസിനെ സൂം ചെയ്തതിന് ശേഷം മാതൃഭൂമി എക്സ്ക്ലൂസീവ് എന്ന് കാണിക്കുന്നതിനോടൊപ്പം തന്നെ റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് എന്നൊരു അഡീഷണൽ വാട്ടർമാർക്ക് കൂടി കൊടുത്തുകൊണ്ട് അവരും ഈ ദൃശ്യങ്ങളെല്ലാം ആൾക്കാരിലേക്ക് എത്തിച്ചു. എന്നിട്ട് ശ്രീ അരുൺകുമാറിൻ്റെ വോയിസ് ആണെന്ന് തോന്നുന്നു, അതിന് ഒരു റണ്ണിങ് കമൻ്ററിയുമുണ്ട്, ദാ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന്. എത്രത്തോളം അധാർമികമായിട്ടുള്ള ജേർണലിസമാണ് എന്നാലോചിച്ച് നോക്കുക. മറ്റൊരാളിൻ്റെ ദൃശ്യങ്ങൾ അവർക്ക് കടപ്പാട് വെച്ചുകൊണ്ട് ആ ദൃശ്യങ്ങൾ അതേപടി കാണിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതല്ല, മറിച്ച് മറ്റൊരു ചാനലിൻ്റെ ദൃശ്യം, പ്രത്യേകിച്ച് അവരുടെ ലോഗോയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു വിസിബിലിറ്റി കിട്ടരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദൃശ്യത്തിന് ഇത്തിരി സൂം ചെയ്യുന്നു. അങ്ങനെ സൂം ചെയ്തതിന് ശേഷം അതിന് പുറത്ത് റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് എന്നുള്ള ഒരു വാട്ടർമാർക്ക് കൂടി അടിച്ചിട്ട് ഈ സാധനം ആൾക്കാർക്ക് ദൃശ്യങ്ങൾ കൊടുക്കണമെന്നുണ്ട് എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില്ലറ ഉളുപ്പില്ലായ്മ പോരാ. അപ്പോൾ അങ്ങനെ ഒരു ഉളുപ്പില്ലായ്മയുടെ ഘോഷയാത്രയാണ് നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന്, പാർട്ടി അടിമകളുടെ ഭാഗത്തു നിന്ന്, നമ്മുടെ മന്ത്രിസഭയിലുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന്, ചില മാധ്യമ സ്ഥാപനങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അതാണോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ചോദിച്ചാൽ അല്ല. ഗോവിന്ദച്ചാമി എങ്ങനെ ജയിലിൽ ചാടി? അതിന് ജയിലിൽ നിന്ന് ആരുടെയെങ്കിലും പിന്തുണ കിട്ടിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അതീവ സുരക്ഷയുള്ള ഒരു പ്രിസണർ ആ ജയിലിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങിപ്പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിലുള്ള ഒരൊറ്റ ഉദ്യോഗസ്ഥൻ കാണാതിരുന്നത്? ഏതാണ്ട് 40-50 പോലീസുകാരുടെ സുരക്ഷാ വിന്യാസമുള്ള ഒരു ജയിലിൽ ഒരാൾ പോലും എന്തേ ഇയാളെ കാണാഞ്ഞത്? എന്തുകൊണ്ടാണ് അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഇയാൾ പോയതിന് ശേഷവും മണിക്കൂറുകൾ കേരള പോലീസിന് വേണ്ടി വന്നത് ഇയാൾ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നതിന്? ഈ ചോദ്യങ്ങൾ ലളിതമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതിന് വളരെ കൃത്യമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള മറുപടി ആവശ്യമുണ്ട്. ആ മറുപടി പറയേണ്ടത് ആഭ്യന്തര വകുപ്പാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇത്രത്തോളം അധാർമികത പ്രവർത്തിച്ചിട്ടുള്ള ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന കൊടും ക്രിമിനലിന് ഒരു ചെറിയ ആനുകൂല്യം ലഭിച്ചതിൻ്റെ പേരിൽ മാത്രം വധശിക്ഷ ജീവപര്യന്തമായി വെട്ടിക്കുറച്ച് ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് അയാൾക്ക് കേരളീയ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് വിശദീകരണം ആൾക്കാർക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ ഉണ്ടായേ മതിയാകും. ഇയാൾ പുറത്തിറങ്ങിയതിന് ശേഷം അയാൾക്ക് കിട്ടിയിരുന്ന മണിക്കൂറുകളിൽ അയാൾ എന്തെങ്കിലും തരത്തിലുള്ള കൊള്ളരുതായ്മ ചെയ്തിരുന്നുവെങ്കിൽ, മറ്റേതെങ്കിലും ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്തുന്നതിന് വേണ്ടി അയാൾ ശ്രമിച്ചിരുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരാളിനെ കൊലപാതകം ചെയ്യുന്നതിന് വേണ്ടി അയാൾ ശ്രമിച്ചിരുന്നുവെങ്കിൽ, ഏതെങ്കിലും മോഷണം ചെയ്യാൻ അയാൾ ശ്രമിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നാലോചിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ ആൾക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടുന്ന പോലീസ് ഒരു കൊടും ക്രിമിനൽ കയ്യിലുള്ളപ്പോൾ അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാക്കി എന്നതിനെക്കുറിച്ച് കൃത്യമായി അക്കൗണ്ടബിൾ ആവുക എന്നുള്ളത് പ്രധാനമാണ്. ഈ കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ഇയാൾ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതുപോലും നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ കുത്തഴിഞ്ഞ രീതിയിലത്തേക്കുള്ള ഒരു ആഭ്യന്തര സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് പ്രധാനം. സോഷ്യൽ മീഡിയയിൽ അതുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ട്രോളുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ബധിരകരണങ്ങളിലാണ് പതിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടറിയാം. യാതൊരു വിധത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും ഇല്ലാത്ത ഒരു സർക്കാർ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ്, എല്ലാ വകുപ്പുകളിലും ഉണ്ടാകുന്നത് പോലെ ഈ സിസ്റ്റം ഇങ്ങനെ മൂടോടെ അടിഞ്ഞ് താഴെ വീഴുക എന്നുള്ള ഒരു സംവിധാനമാണ് നമ്മൾ കാണുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിലും, നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിലും, നമ്മുടെ ആൾക്കാരുടെ ജനറലായിട്ടുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും, ഇപ്പോൾ ആഭ്യന്തര വിഷയങ്ങളിലാണെങ്കിലും, മറ്റെല്ലാ കാര്യങ്ങളിലും എന്നതുപോലെ നമ്മുടെ സിസ്റ്റം തകരുകയാണ്. ഇങ്ങനെ സിസ്റ്റം അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ തകർന്നു വീഴുന്നതിനല്ല ഒരു സർക്കാർ ഉള്ളത്. ഈ സർക്കാർ അക്കൗണ്ടബിളാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ വിഷയത്തിൽ അക്കൗണ്ടബിളാണ്. എന്താണ് സംഭവിച്ചത്? ആൾക്കാരുടെ പൊതുസുരക്ഷയെ റിസ്ക് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം മണിക്കൂറുകൾ കേരളത്തിൽ, വിശേഷ്യ കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്തേ മതിയാകൂ എന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഗോവിന്ദച്ചാമി എത്രത്തോളം വലിയ കൊടും ക്രിമിനലാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾ മറന്നു പോകരുത് എന്ന് വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.